നമ്മളുടെ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും സീറോ കാർബൺ അല്ല. നമ്മൾ എന്ത് ചെയ്താലും there will be an element of carbon emission. It's just a comparative or relative thing. പക്ഷെ that is very important. ഈ പെരിഞ്ഞനൂർജം പോലെ collectivized groups can actually become producers of energy. ഇപ്പം നമ്മൾ പറയുന്ന കൺസ്യൂമർ എന്നല്ല, പ്രൊസ്യൂമർ എന്നാണ്. അതായത് ഒരു you are producing energy and you are consuming as much as you want. The rest you are giving to the grid. Almost 1.5 decade mumba, nobody really thought solar and wind would grow this much. You know, there was a time when solar one unit energy producing 11 rupayikku. That was the charge, and from there we came down. Now it has become much cheaper than coal. I think KSEB faces is that they are locked into a lot of coal based energy power purchase agreements. We have actually calculated in our research that power purchase agreements ella surrender cheyda penalty vaangittu renewables like shift cheyidal polum nashtamilla. In fact, Kerala will save, or KCB will save 9,000 crores. Nuclear is a big no, especially for a state like Kerala. Just like there is a strong coal lobby or a fossil fuel based lobby, there's also a very strong nuclear lobby in this country. Technology is not the answer to climate change. I personally believe that climate change has been caused by systemic issues. The root cause endanu nokkikanya, it's a capitalist mindset. Keralathil oru kalkari khani illa, oru thermal power plant illa. എന്നാൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ എനർജി യൂസേജും ഏറ്റവും കൂടുതൽ എനർജി ഇൻറ്റൻസീവ് ലൈഫ്സ് ലീഡ് ചെയ്യുന്നത് മലയാളികളാണ്. KCB constantly puts out this thing that they are running in losses. Why do they want to invest in nuclear, which is totally economically unviable for them? You know, it doesn't make any sense to them. I believe the larger war is the war against capitalism and the larger systemic fight. പക്ഷെ അതിലെല്ലാം ചെറിയ ചെറിയ ബാറ്റിൽസ് ഉണ്ട്, and we need to keep winning those battles, you know, and keep on fighting, you know, to stand up to the larger system actually. പ്രിയ വർക്ക് ചെയ്യുന്നത് എനർജി സെക്ടറിൽ, അതിൻ്റെ റിസർച്ചും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി വരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും റിന്യൂവബിൾസ് അല്ല, ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്, ബേസ്ഡ് ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ COP29 പോലും ലാസ്റ്റിൽ പോലും നമ്മൾ റിന്യൂവബിൾസിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ രാഷ്ട്രങ്ങളും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും റിസൾട്ട് വരുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഒരു ബദൽ മാർഗങ്ങൾ എന്തെന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചേഞ്ച് ഭയങ്കര സ്ലോയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഭയങ്കര ഒരു ഭീകരമായ ഒരു റിയാലിറ്റിയാണ്. ആൻഡ് ആ റിയാലിറ്റിയെ നമ്മൾ ആ ചാലഞ്ചിനെ ഫേസ് ചെയ്യുമ്പം it necessitates that നമ്മൾ we change. അതായത് ബിസിനസ് ആസ് യൂഷ്വൽ ഇനിയും വർക്ക് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു രീതി is not going to work for us, for human, at least for the human race it's not going to work. Hence, and then what should be done എന്ന് ചോദിക്കുമ്പം obviously you know, എല്ലാ വർഷവും കോപ്പ് നടക്കുന്നുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കൺട്രീസ് ഓഫ് കോഴ്സ് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ കാർബൺ സ്പേസ് യൂസ് ചെയ്തത്, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്തത്. പക്ഷേ പാരീസ് അഗ്രിമെന്റ് വന്നപ്പോഴത്തേക്കും എവരിബഡി കമ്മിറ്റഡ്, ഇന്ത്യ ഓൾസോ കമ്മിറ്റഡ് ടു യു നോ ഒരു റിഡക്ഷൻ ഇൻ എമിഷൻ. ആൻഡ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സസ് എന്നാണ് വരുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് സേ ഫോർ എക്സാമ്പിൾ one is energy. എനർജി ഒരു കീ സോഴ്സ് ഓഫ് എമിഷൻ ആണ്. അതേപോലെ ട്രാൻസ്പോർട്ട് ഇസ് എ സെക്ടർ. ഈവൻ അഗ്രികൾച്ചർ പോലും ഒരു നെഗ്ലിജിബിൾ ആണെങ്കിലും സ്മോൾ, നോട്ട് നെഗ്ലിജിബിൾ, ബട്ട് ദർ ഇസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എമിഷൻ. അത് സോ നമ്മൾ നോക്കുമ്പോൾ സോ സെക്ടോറലി ട്രാൻസ്പോർട്ട് ഇസ് എ സെക്ടർ. ഈ സെക്ടേഴ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം. ദേ ഹാവ് ടു ഷിഫ്റ്റ് ഇൻ ടു സംതിങ് ദാറ്റ്സ് സസ്റ്റൈനബിൾ, that is a low carbon pathway. ആ ഒരു പാത്വേയിൽ നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി കൺട്രി, എവറി സിറ്റി, എവറി നേഷൻ, എവറി പഞ്ചായത്ത്. ആ ഒരു ഇതിൽ എവറിബഡി നീഡ്സ് ടു റിയലി മേക്ക് ദാറ്റ് ചേഞ്ച്. ഇത് ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ നോക്കുമ്പം ഇഫ് യു ലുക്ക് അറ്റ് എനർജി ഈസ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്ന സെക്ടറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും നടക്കുന്നതാണ്. വി ഹാവ് സീൻ ഹൗ, അതായത് ഒരു
almost 1.5 decade മുമ്പ് nobody really thought solar and wind would grow this much. There was a time when solar ഒരു യൂണിറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 11 രൂപയ്ക്കായിരുന്നു. ദാറ്റ് വാസ് ദ ചാർജ്. ആൻഡ് ഫ്രം ദർ വി കെയിം ഡൗൺ നൗ. ഇറ്റ് ഇസ് ബിക്കം മച്ച് ചീപ്പർ ദെൻ കോൾ. ഇന്ന് സോളാർ എനർജി എന്ന് പറയുന്നത് വളരെ ചീപ്പ് സോഴ്സ് ഓഫ് എനർജി. അതിൽ തന്നെ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. പാനൽസ് ആണെങ്കിലും യു ഹാവ് ന്യൂവർ ബൈഫേഷ്യൽ പാനൽസ് വരുന്നു. ബാറ്ററീസിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റോറേജ്, ദർ ഇസ് ബോത്ത് ലിത്യം അയൺ ആൻഡ് സോഡിയം ബാറ്ററീസ്. അപ്പം എന്നും ടെക്നോളജിയിൽ കുറേ ചേഞ്ചസും വരുന്നത്, അഡ്വാൻസ്മെന്റ് നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. പക്ഷെ ദ ഫാക്ട് ഈസ് ആൻഡ് വിൽ റിമെയിൻ ദാറ്റ് ടെക്നോളജി ഈസ് നോട്ട് ദി ആൻസർ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഈ ടെക്നോളജി മേ ഹെൽപ്പ് യു, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ ക്ലൈമറ്റ് ചേഞ്ച്, I personally believe that climate change has been caused by systemic issues. The root cause എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം തന്നെയാണ് ഇതിൻ്റെ ഒരു കീ. ഇത് അതായത് എല്ലാ സമയത്തും എല്ലാ നാച്ചുറൽ റിസോഴ്സസും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷനിലേക്ക് പോവുക എന്നുള്ള ഒരു ഗ്രോത്ത് ബേസ്ഡ്, GDP ബേസ്ഡ് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ദാറ്റ് ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് ക്ലൈമറ്റ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇഷ്യൂവിനെ സിസ്റ്റമിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാത്തടത്തോളം കാലം എത്ര ടെക്നോളജി അഡ്വാൻസ് ചെയ്താലും, അതെ, ടെക്നോക്രാറ്റിക് സൊല്യൂഷൻസ് നമ്മൾ കൊണ്ടുവരും. പക്ഷെ ഹൂ ഇസ് ബ്രിങ്ങിങ് ദാറ്റ് സൊല്യൂഷൻ? അത് കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ കോർപ്പറേറ്റ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരേ സമയത്ത് നമ്മൾ കാണുമ്പോൾ, ഇപ്പം ഇന്ത്യയിലെ ഒരു സെനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡൈക്കോട്ടമിയാണ് അവിടെ കാണുന്നത്. ഓൺ വൺ ഹാൻഡ് റിന്യൂവബിൾ എനർജി, അതായത് സോളാർ ആൻഡ് വിൻഡ് ഇസ് ഗ്രോയിങ്. പക്ഷെ പാരലലി കോൾ ഇസ് ഓൾസോ ഗ്രോയിങ്. What we need is basically solar and wind to increase and coal and fossil fuel based energy systems to come down. ഇത് നടക്കുന്നില്ല. നമ്മൾ കാണുന്നത് രണ്ടും ഒരുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം അദാനി ആണെങ്കിലും ടാറ്റ ആണെങ്കിലും അവർക്ക് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിൽ കൽക്കരി ഖനികളുണ്ട്, തെർമൽ പവർ പ്ലാന്റുകളുണ്ട്. അതേപോലെ തന്നെ ഇൻ രാജസ്ഥാൻ, ഇൻ മഹാരാഷ്ട്ര, ഇൻ കർണാടക ദേ ഹാവ് സോളാർ പ്ലാന്റ്സ്. അതെ. സോ ഈ ഒരു ഇത് അപ്പം എങ്ങനെയാണോ കൽക്കരി അല്ലെങ്കിൽ കോൾ ബേസ്ഡ് എനർജി ഗ്രോ ചെയ്തത്, ആ സെയിം പാത്ത് ആണ് സോളാർ അല്ലെങ്കിൽ വിൻഡും. ടു എ ലാർജ് എക്സ്റ്റെന്റ് വിൻഡ് അത്രയും പറയാൻ പറ്റില്ല, പക്ഷെ സോളാർ, ബിക്കോസ് സോളാർ ആസ് ലാൻഡ് ഇൻറ്റൻസീവ് ആസ് ഫോസിൽ ഫ്യൂൽ. അവിടെ മൈനിങ്ങിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കണമായിരുന്നെങ്കിൽ ഇവിടെ സോളാർ പാനൽ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്. സോ ആ ഒരു പ്രോസസ് സെയിം ചൂഷണവും നടക്കുന്നു. ലാൻഡ് ഗ്രാബ്, ബിക്കോസ് ലാൻഡ് ഒരു സ്കേഴ്സ് കമ്മോഡിറ്റിയാണ്. ലാൻഡ് ഗ്രാബ്, യു സോ ലാൻഡ് ഗ്രാബിന്റെ പല രീതികളുണ്ട്. സോ there is one thing that you grab land from people. There are various ways of taking land from people. അതിൽ ഒരു ലീഗൽ മെത്തേഡ് എന്നാണല്ലോ പറയുന്നത് നമ്മൾ, ലാൻഡ് ആക്വിസിഷൻ, അതിനൊരു പ്രോസസ് ഉണ്ട്. ഇത് ഇപ്പൊ വാങ്ങുന്നു. ഈവൻ ദോ അത് ഒരു ഫെയർലി ഇംപ്ലിമെന്റഡ് പ്രോസസ് അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് there was something. Now നമ്മളിപ്പോ കാണുന്ന ന്യൂവർ വേസ്, ലീസ് അഗ്രിമെന്റ്സ്, ലാൻഡ് ഗ്രാബ്, പ്യൂർലി ഗ്രാബിംഗ് ലാൻഡ് ഫോർ സോളാർ. So what you see is that നമ്മൾ, as long as we look for solutions, climate solutions in this capitalist system, all those solutions are going to be skewed against environment and people. It is only going to benefit the rich and the people, the corporations especially. So this is the reality under which we are operating. And this is true in every country actually. If in കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, I think കേരളത്തിൽ ഒരു കൽക്കരി ഖനി ഇല്ല, ഒരു തെർമൽ പവർ പ്ലാന്റ് ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ എനർജി യൂസേജും ഏറ്റവും കൂടുതൽ എനർജി ഇന്റൻസീവ് ലൈഫ്സ് ലീഡ് ചെയ്യുന്നത് മലയാളികളാണ്. പക്ഷെ പീപ്പിൾ ഡോണ്ട് നോ ഈ എനർജി, അതായത് നമ്മൾ സ്വിച്ച് ഇടുമ്പം കത്തുന്ന ലൈറ്റും ഫാനും എങ്ങനെയാണ് അതിനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ പോലെയുള്ള സെൻട്രൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഏതോ ഒരു ആദിവാസികളുടെ, ഏതോ ഒരു ദളിതന്റെ ഭൂമി ഏറ്റെടുത്ത് അവന്റെ കാട് വെട്ടി നശിപ്പിച്ച് അവന്റെ ഉപജീവന മാർഗം നശിപ്പിച്ചുകൊണ്ട് ആണ് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലക്ഷറി, അതായത് വെൻ വി ഡിസൈഡ് ദാറ്റ് നമ്മൾ വെൻ വി മേക്ക് എ ചോയ്സ്, ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് നമ്മൾ ചെയ്യുമ്പോൾ വി ഷുഡ് ബി അവെയർ ദാറ്റ് ഈ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. ഇന്നും കേരളത്തിന്റെ more than 65% of energy in Kerala
comes from coal-based thermal power plants. ബാക്കി ഹൈഡ്രോ ഉണ്ട് ആൻഡ് സോളാർ ഇസ് ഗ്രോയിങ്. കേരളയുടെ എന്താ പറയുന്നത് എനർജി സെനാരിയോ നോക്കിക്കഴിഞ്ഞാൽ കേരള അൺലൈക്ക് മെനി അതർ സ്റ്റേറ്റ്സ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഇസ് ബൈ ഡൊമസ്റ്റിക് സെക്ടർ. അത് വേറെ ഒരു സ്റ്റേറ്റ് നേഷൻ വൈഡ് നോക്കുമ്പോൾ 25% എങ്ങാണ്ടേ അത് വരുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ ആക്ച്വലി എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ചെയ്യുന്നത് ഡൊമസ്റ്റിക് സെക്ടറാണ്, ഹൗസ് ഹോൾഡ്സ് ആണ്. ഇവിടെ വലിയ ഇൻഡസ്ട്രീസ് ഇല്ല, നമുക്കുള്ളത് കോട്ടേജ് ഇൻഡസ്ട്രീസും MSMEസുമാണ് കൂടുതലും. അവർ കൺസ്യൂം ചെയ്യുന്ന എനർജി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ദേ ആർ ദ വൺസ് ഹു കൺസ്യൂം മോർ എനർജി കമ്പയർഡ് ടു ഹൗസ് ഹോൾഡ് ലെവൽ എനർജി. പക്ഷേ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് the fact that we have a large number of domestic consumers is a big opportunity for us, because ഈ സിസ്റ്റത്തിൽ, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ വെൻ വി ടോക്ക് അബൌട്ട് സൊല്യൂഷൻസ്, വെൻ വി ടോക്ക് അബൌട്ട് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ഒരു എനർജി പാരഡൈമിൽ നിന്ന് മറ്റതിലേക്ക് മാറണം എന്ന് നമ്മൾ പറയുമ്പം അവിടെ റാദർ ദൻ മൂവിങ് ഇൻ ടു സെൻട്രലൈസ്ഡ് ലാർജ് സ്കെയിൽ റിന്യൂവബിൾസ്, അതിന് കേരളത്തിൽ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ടു ഡു ദാറ്റ്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്ന, അടുത്ത അയൽ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് സ്കെയിൽ എനർജി അദാനിൽ നിന്ന് വാങ്ങുകയാണ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ് നമ്മൾ കേരളത്തിൽ ഡീസെൻട്രലൈസ്ഡ് റിന്യൂവബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്ത്, അതായത് ഓരോ വീടും ഈച്ച് ഹൗസ് and your rooftop becomes a powerhouse. You know, you become somebody who produces energy. ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ it will not only challenge climate change and അതിൻ്റെ എല്ലാ ഇമ്പാക്ട്സും കേരളം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ചാലഞ്ച് ചെയ്യൽ മാത്രമല്ല, യു ആർ ഓൾസോ കൈൻഡ് ഓഫ് സെറ്റിംഗ് എൻ എക്സാമ്പിൾ of challenging the whole centralized capitalist model, which is very, very important to do. ആൻഡ് ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഉദാഹരണമായിട്ടല്ലേ ഇന്ത്യയിൽ തന്നെ വലിയൊരു നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നത് പെരിഞ്ഞനോർജം എന്ന് പറയുന്ന ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള, വി ആർ വർക്കിംഗ് വിത്ത് ദം. നമ്മൾ ഇപ്പോൾ അവിടെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അവിടുത്തെ ആ ഒരു മോഡൽ അതിന് ഞാൻ വളരെ ക്ലോസ്ലി പഠിച്ച ഒരാളാണ്. ആ മോഡൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ തന്നെ വരുന്ന 850ഓളം വീടുകൾ ഒരുമിച്ച് വരുന്നു. അവരൊരു സൊസൈറ്റിയായിട്ട് ദി ഗെറ്റ് രജിസ്റ്റേർഡ്. ആ സൊസൈറ്റി ഇസ് ദെൻ ആക്ച്വലി വർക്കിംഗ് ടു പുട്ട് സോളാർ പാനൽ ഇൻ ഓൾ ദീസ് ഹൗസസ്. എല്ലാ വീടുകളിലേക്കും സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ. പക്ഷേ ബിക്കോസ് അവർ കളക്ടിവൈസ്ഡ് ആയതുകൊണ്ട് ദേ ഹാവ് എ സ്ട്രെങ്ത്, ദേ ഹാവ് എ നെഗോഷിയേറ്റിംഗ് കപ്പാസിറ്റി. അവരുടെ പഞ്ചായത്ത് stood as ഒരു ഇടനിലയായിട്ട് നിന്നുകൊണ്ട്, ഗ്യാരണ്ടറായിട്ട് നിന്നുകൊണ്ട് പഞ്ചായത്ത് എനേബിൾഡ് ദം ടു ടേക്ക് എ ലോൺ ഫ്രം ദ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ വില്ലേജ്. അപ്പം പീപ്പിൾ കുഡ് ടേക്ക് ലോൺസ് ടു പുട്ട് സോളാർ. ദേ വർ ഏബിൾ ടു ഈ ഡെവലപ്പർ, അതായത് സോളാർ പാനലുകൾ കൊണ്ടുവയ്ക്കുന്ന കമ്പനീസ്, അവരുമായിട്ട് അവർക്ക് കുറച്ച് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റി, ബാർഗെയിൻ ചെയ്യാൻ പറ്റി. ദേ ഗോട്ട് എ ബെറ്റർ എന്താ പറയുന്നത്, ബെറ്റർ പ്രൈസ് സാധനങ്ങൾക്ക്, അവർ വാങ്ങുന്ന സാധനങ്ങൾ. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വീടിന് എത്രയൊക്കെ ചെലവ് വരും? ഒരു വീട്ടിൽ നമ്മളുടെ എനർജി യൂസേജ് പോലെയാണ് നമ്മുടെ ചെലവ്. സോളാർ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എനർജി ഓഡിറ്റ് ആണ്, ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഇസ് യുവർ എനർജി യൂസേജ്. ഇനി ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ there are things that you can actually shift to, like for example നിങ്ങൾക്ക് നിങ്ങളുടെ ബൾബ്സ് എല്ലാം LED ആക്കാം, അതേപോലെ നിങ്ങൾക്ക് ഫാൻസ് എല്ലാം BLDC ഫാൻസ് ആക്കാം, which consumes less energy. നിങ്ങളുടെ അപ്ലയൻസസ് എല്ലാം 5 സ്റ്റാറിലേക്ക് മാറുന്നു. സോ എനർജി കൺസർവേഷൻ ഇസ് കീ ടു ദിസ് റിന്യൂവബിൾ ഈ സാധനം. സോ ബിഫോർ യു മൂവ് ഇൻ ടു സെറ്റിംഗ് അപ്പ് എ സോളാർ, ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഒരു ഓഡിറ്റ് ആണ്. ഓഡിറ്റ് നടത്തിയിട്ട് നിങ്ങളുടെ എനർജി യൂസേജ് എത്ര എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എനർജി കൺസർവേഷൻ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എനർജി മാത്രം നമ്മൾ സോളറൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയും നിങ്ങൾക്ക് എക്സ്ട്രാ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം നിങ്ങൾ. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആവറേജ് ഹൗസ് ഹോൾഡ്. മേ ബി ഒരു 2 kilowatt 3 kilowatt ഓഫ് സോളാർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് യു ആർ ഏബിൾ ടു, പ്ലസ് ബാറ്ററിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു kind of meet all your energy needs in a very good manner. And if you are able to kind of store your energy during the day, then you can use it during the peak hour. ഈ 6 to 11 എന്ന് പറയുന്ന സമയം വൈകുന്നേരത്തെ ഇസ് എ പീക്ക്. അതെല്ലായിടത്തും പീക്ക് ആർ. ഇപ്പം ചൂട് സമയത്ത് ആക്ച്വലി പീക്ക് ആറിൽ ഒത്തിരി മാറ്റമുണ്ട്, ബിക്കോസ് രാത്രിയിൽ ആൾക്കാർ AC ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതോടുകൂടി
So you will find that the peak hour also started extending actually. പക്ഷേ ഈ സമയത്ത് if you have saved energy from the sun and you can use it. അപ്പം സോ ഇതൊരു of course climate changeന്റെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. You are saving emissions and all of that. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇറ്റ്സ് an economically viable thing for you. You end up paying a smaller electricity bill. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് മീറ്റേഴ്സ് വരുന്നു. ടൈം ഓഫ് ദ ഡേ മീറ്ററിംഗ് വിൽ സൂൺ കം ഇൻ. എല്ലാ സ്റ്റേറ്റ്സിലേക്കും വി നോ ദറ്റ് ഡിസ്കോംസ്, അതായത് KCB പോലെ മറ്റെല്ലാ സ്റ്റേറ്റിലെയും ഡിസ്കോംസ് ഹാവ് ബീൻ റണ്ണിങ് ഇൻ ലോസ്. അതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീക്ക് അവറിലെ പവർ അവർ പർച്ചേസ് ചെയ്യുന്ന മാർക്കറ്റിൽ നിന്നാണ്. ആൻഡ് ആ പർച്ചേസ് ചെയ്യുന്ന പവറിന് ദേ ഹാവ് ടു പേ എ ഹ്യൂജ് പ്രൈസ്, ബട്ട് ദേ ഗിവ് സബ്സിഡൈസ്ഡ് റേറ്റ്സ് ടു പീപ്പിൾ. അപ്പം നൗ വിത്ത് ബാറ്ററി എനർജി സ്റ്റോറേജ് അത് റെവല്യൂഷനൈസ് ചെയ്യും ഇതിനെ, ഈ ഹോൾ എനർജി സെക്ടറിനെ തന്നെ റെവല്യൂഷനൈസ് ചെയ്യും. ബിക്കോസ് ദെൻ പീപ്പിൾ ഈ പെരിഞ്ഞനൂർജം പോലെ കളക്ടിവൈസ്ഡ് ഗ്രൂപ്പ്സ് ക്യാൻ ആക്ച്വലി ബിക്കം പ്രൊഡ്യൂസേഴ്സ് ഓഫ് എനർജി. ഇപ്പം നമ്മൾ പറയുന്ന കൺസ്യൂമർ എന്നല്ല, പ്രൊസ്യൂമർ എന്നാണ്. അതായത് ഒരു യു ആർ പ്രൊഡ്യൂസിങ് എനർജി ആൻഡ് യു ആർ കൺസ്യൂമിങ് ആസ് മച്ച് ആസ് യു വാണ്ട്, ദ റെസ്റ്റ് യു ആർ ഗിവിംഗ് ടു ദ ഗ്രിഡ്. So if you are able to actually save that energy and sell it to an entity like KCB. KCB is purchasing from outside. It can also purchase from people here. So that is a model that would actually revolutionize the energy sector. We call it energy democracy, where people own energy sources rather than, and energy is produced at the decentralized level. അതായത് ക്ലസ്റ്റർ ലെവൽ, പഞ്ചായത്ത് ലെവലിൽ നിങ്ങൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ തന്നെ ഏറ്റവും കുറവ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസിൽ നിങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തല്ല നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ അത് ഗ്രിഡിലേക്ക് അപ്ലോഡ് ചെയ്ത് സെൻട്രലൈസ്ഡ് ഗ്രിഡിൽ നിന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും പിന്നെ എനർജി കിട്ടുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര നഷ്ടമാണ്. നമ്മൾ ക്ലസ്റ്റർ ലെവലിൽ, അതായത് ഡീസെൻട്രലൈസ്ഡ് ലെവലിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഭയങ്കരമായിട്ട് നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും. പ്ലസ് പീപ്പിൾ are the producers of energy. So actually there's a larger question. ഇപ്പം പറയുന്ന നേരത്തെ പറഞ്ഞ capitalism, who owns your energy systems എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. Do you want Adani, Ambani, Tata and these big conglomerates to actually own your energy systems, or do you want people owned energy systems? So these kind of like there are challenges to capitalism, right? E-system. The challenge could be a cooperative. The challenge could be a producer company. So when you have an Adani who produces large scale energy, grabbing land, displacing people, is that a viable model? Or you have energy being produced by so many people in a cluster, them actually saving that energy and using as much as they want and then selling the rest to your neighbor. So you can even have those kind of systems where your energy is, you don't have to always, like it does not have to be sold to only one. You can also have, you use and the rest you sell to others. So ippam കാണുന്ന ഒരു model of energy production and distribution is really harmful for the planet. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും കുറച്ചുകൂടി സസ്റ്റൈനബിൾ സോഴ്സിലേക്ക് വരണം എന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പക്ഷേ ആ സസ്റ്റൈനബിൾ സോഴ്സിലെ മോഡൽ എന്തായിരിക്കണം? ഷുഡ് ദാറ്റ് ഓൾസോ ബി എ സെൻട്രലൈസ്ഡ് മോഡൽ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇറ്റ് ക്യാൻ ബി എ ഡീസെൻട്രലൈസ്ഡ് മോഡൽ. അഫോർഡബിൾ ആണോ? ഇപ്പോൾ ഒരാളെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് ഇത് അഫോർഡബിൾ ആണോ? അഫോർഡബിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് ഹൈലി സബ്സിഡൈസ്ഡ്. ഇപ്പൊ തന്നെ നമുക്കറിയാം പല സ്കീംസ് ഉണ്ട് സോളാറിൽ. ഇപ്പം ബാറ്ററി എനർജി സ്റ്റോറേജിലും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വരുന്നുണ്ട്. സോ ആക്ച്വലി ആ സബ്സിഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ് ഇസ് നോട്ട് എ ഹൈ തിങ്. ആൻഡ് നമ്മൾ ഇതിനെ നോക്കേണ്ടത്, ദിസ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ദറ്റ് യു ആർ മേക്കിംഗ് ഫോർ വിച്ച് യുവർ റിട്ടേൺ അഗൻസ്റ്റ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി ഫോർ 25 years. ഒരു പാനലിന്റെ ഒരു സോളാർ പാനലിന്റെ ലൈഫ് എന്ന് പറയുന്നത് is 25 years. സോ അത്രയും നാളത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം പെരിഞ്ഞനോർജം നിലവിൽ വന്നതിന് ശേഷം പീപ്പിൾ ടുക്ക് ലോൺസ് ടു പുട്ട് അപ്പ് സോളാർ. Within 5 years they repaid all their loans. അടുത്ത 20 വർഷം അവരുടെ എനർജി bill is zero. They don't have to pay energy bills, and that is your that is the economic viability, and that is what actually is a benefit for you. വേണമെങ്കിൽ ഇൻകവുമായി മാറാം.
it can also become an income, you know, because if I have extra rooftop space, and എനിക്ക് വലിയൊരു rooftop space ഉണ്ട്, എനിക്ക് വേണ്ടത് 2 kilowatt ഉണ്ടാവുള്ളൂ എൻ്റെ ആവശ്യം എൻ്റെ വീട്ടിലേക്ക്. ഞാൻ പക്ഷേ if I put up a 7 kilowatt system or a 10 kilowatt system, I can produce more and I can store it and I can give it, right? So ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ എനർജി എന്താ പറയുന്നത്, പ്രൊഡക്ഷൻ തന്നെ നീഡ്സ് ടു റിയലി, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു കൺസെപ്റ്റ് തന്നെ, ദ ഓണർഷിപ്പ് ഓഫ് തിങ്, എനർജി ഗവേണൻസ് ആരുടെ കയ്യിലായിരിക്കണം, ഹു ഓൺസ് യുവർ എനർജി സിസ്റ്റംസ്, ഹു ഹാസ് കൺട്രോൾ ഓവർ യുവർ എനർജി സിസ്റ്റംസ്, ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് കണ്ടു കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ there have been lots of dents in the structure, right? You will see that, you know, non-BJP ruled states have very little access to financial resources. ഈ ഒരു ബാക്ക്ഡ്രോപ്പിലൊക്കെ എനർജി സെക്യൂരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് സ്റ്റേറ്റ്, ഐ തിങ്ക്, ആൻഡ് എസ്പെഷ്യലി കേരള. യുനോ, വി ഹാവ് ആക്ച്വലി മൂവ്ഡ് ഇൻ ടു എ സ്റ്റൈൽ വെയർ നമ്മളുടെ പച്ചക്കറികളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, അതേപോലെ എനർജി വേറൊരു, we have become ഒരു consumer society keeps importing things from other regions and societies. We need to kind of look at our systems from our own perspective and say that where do we have food security, do we have energy security? At the end of the day, these are the things that matter. ഈ പെരിഞ്ഞനം മോഡൽ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചൊരു സംഗതിയും കൂടിയാണല്ലോ. അതെ. എന്തുകൊണ്ടാണ് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്തത്? അതെ അതെ. One of the things I think is that unlike though കേരളത്തിൽ ഒരു collectivizationന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, and it has worked well with people. But still, energy is always misunderstood as a technical thing. സാധാരണക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മളുടെ തലയിൽ. ദാറ്റ് ഇസ് വൺ ഓഫ് ദ അതൊരു സാധനം. ദി അതർ തിങ് ഈസ് ഓൾസോ, ഐ തിങ്ക്, ഇപ്പൊ തന്നെ നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാനൽസ്. ആ ഒരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ on, you know, what is it that I need to put, എൻ്റെ എനർജി നീഡിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി എന്താവും, അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്താണ്. ബിക്കോസ് ഇപ്പോൾ സോളാർ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ഉണ്ടാവും? യു വിൽ ഹാവ് 2 meters, റൈറ്റ്? ഒരു നെറ്റ് മീറ്ററിങ്ങിന് ഒരു മീറ്റർ ഉണ്ടാവും, ഒരു നിങ്ങളുടെ യൂഷ്വൽ മീറ്റർ. സോ യുനോ, പീപ്പിൾ തിങ്ക് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഇത് ആക്ച്വലി അല്ല, ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്, യുനോ. പക്ഷേ ഐ തിങ്ക് awareness as well as there is this whole need for people to the climate change മാത്രമല്ല, there is a strong economic angle to it. Our argument, people, maybe it's not going and reaching people. Because I think any prudent person who hears this argument would actually do it, if not for climate change, but for their own financial gains, right? So I think there is a lack of, I wouldn't say everybody knows solar, പക്ഷെ ഒരു ഗ്യാപ്പ് ഉണ്ട്. So the moment you start understanding what it is and how it's ഇതിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്, സോളാർ പാനൽസ് ഈ പറയുന്ന പോലെ ഗ്രീൻ അല്ല, പാനൽസിന്റെ പ്രൊഡക്ഷനിലും ഈ പറയുന്ന പോലെ എമിഷൻ ഉണ്ടെന്നും അതിന്റെ ഇതിനു വേണ്ടി കൂടുതൽ ഖനനം നടത്തേണ്ടി വരും, ബാറ്ററിക്ക് വേണ്ടി ഖനനം, ഓക്കെ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ അതുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. The thing is that നമ്മളുടെ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും സീറോ കാർബൺ അല്ല. നമ്മൾ എന്ത് ചെയ്താലും there will be an element of carbon emission. It's just a comparative or relative thing. പക്ഷെ that is very important. ഇപ്പം നമ്മൾ കൽക്കരിയിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ എമിറ്റ് ചെയ്യുന്ന എമിഷൻസും ഒരു സോളാർ പാനൽ വെക്കുമ്പം അതിൽ നിന്നും അതിന്റെ ഹ്യൂജ് ഡിഫറൻസ്. ഐ വുഡന്റ് സേ ഒട്ടുമില്ല. കാർബൺ, ഓഫ് കോഴ്സ് കാർബൺ ഫുട് പ്രിന്റ് ഉണ്ട്, റൈറ്റ് ഫ്രം മൈനിങ് ദ മിനറൽസ് ടു പ്രൊഡക്ഷൻ ഓഫ് ദ എന്താ പറയുന്നത് പാനൽസ് ടു ട്രാൻസ്പോർട്ടേഷൻ ടു ഇൻസ്റ്റലേഷൻ. Of course there is energy consumption in that whole process, and it is not zero carbon or anything. There is energy. പക്ഷേ what I'm saying is compare. What do you compare this with? Yeah, relatively it has much less carbon emission, you know. And let us also accept that energy is a need for today's society. You can't go back to the dark ages and say, okay, we are going to now live without energy. That's not going to happen. Let's be realistic. So in this situation where we are trying to say that, okay, energy is needed, but from which source, to what extent, ennulla aa oru chodyathil, and in a, you know, warming planet ana, how are you going to deal with it ennu parayumbam, I think in that backdrop, using renewables is much better compared to fossil fuels. Ennaanu, I'm not saying that you know, renewable is totally zero carbon. It is not.
സോളാർ ഓഫ് കോഴ്സ് കേരളത്തിന് പറ്റിയ ഒരു ബദൽ തന്നെയാണ്. ഇതുപോലെ തന്നെയാണോ വിൻഡ് എനർജിയും? കേരളം അതിന് പറ്റിയ സ്ഥലമാണോ? വിൻഡ് കേരളത്തിൽ അത്ര പൊട്ടൻഷ്യൽ വിൻഡിനില്ല. ആക്ച്വലി ഇപ്പം പാലക്കാട് ഭാഗത്ത് കുറച്ച് വിൻഡിന്റെ പൊട്ടൻഷ്യൽ, ബട്ട് ദ മേജർ പൊട്ടൻഷ്യൽ ഫോർ കേരള ഇസ് സോളാർ എനർജി തന്നെയാണ്. വിൻഡ് അത്രയല്ല. ഇപ്പൊ തമിഴ്നാട് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ തമിഴ്നാട് ഹാസ് ഹ്യൂജ് വിൻഡ് പൊട്ടൻഷ്യൽ. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് സോ മച്ച്. ബട്ട് ആ ഒരു അത് വെച്ച് കമ്പയർ ലൈക്ക് ഗുജറാത്ത് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ വിൻഡ് പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്. അങ്ങനെ അല്ല എന്താ പറയുന്നത് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ. ബട്ട് യു ക്യാൻ ഹാവ് വിൻഡ്. ഇപ്പൊ മൈക്രോ വിൻഡ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് റിസർച്ച് ഹാപ്പനിങ് ഇൻ വിൻഡ്. സോ വലിയ വിൻഡ് മിൽസ് അല്ലാതെ ദർ ഇസ് മൈക്രോ വിൻഡ് ഇൻസ്റ്റലേഷൻസ് വിച്ച് ക്യാൻ ആക്ച്വലി ജനറേറ്റ് ലിറ്റിൽ പവർ for household needs. Those things are coming and it's being piloted in different places. But of course, you know, ഇപ്പം പണ്ടുണ്ടായിരുന്ന വിൻഡ് ടെക്നോളജിയിൽ നമുക്ക് ഒത്തിരി അഡ്വാൻസ് ആയി നമ്മുടെ ടെക്നോളജി. പണ്ടുണ്ടായിരുന്ന വിൻഡ് മിൽസ് അതിന്റെ കപ്പാസിറ്റീസ് ആർ വെരി സ്മോൾ. ഇപ്പം യു ഹാവ് ഹ്യൂജ് വിൻഡ് മിൽസ്, അതിന്റെ ഫാൻസ് ഒക്കെ ഭയങ്കര വലുതാണ്. അവരുടെ ജനറേഷൻ കപ്പാസിറ്റി ഈസ് ഓൾസോ വെരി ഹ്യൂജ്. സോ ദർ ആർ ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ദാറ്റ് ആർ ഹാപ്പനിങ്. അത് നടക്കുന്നുണ്ട്. കേരളത്തിന് ഐഡിയൽ സത്യത്തിൽ സോളാർ തന്നെയാണ് കേരളത്തിന്. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ കേരള ഹാസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡീസെൻട്രലൈസ്ഡ് സോളാർ. ദി അതർ തിങ് വിച്ച് ഐ ഫോർഗോട്ട് ടു സേ, എന്താ പറയുന്നത്, നാഷണൽ എനർജി സെനാരിയോ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ മാറണം, ട്രാൻസിഷൻ ചെയ്യണം. ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് എനർജിയിൽ നിന്നും നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് റിന്യൂവബിൾസിലേക്ക് പോകണം എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ നടക്കും. ഇറ്റ്സ് ഇൻഎവിറ്റബിൾ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ബിക്കോസ് ഒന്നുമില്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ഇസ് ലിമിറ്റഡ്, ഒരു ഫൈനൈറ്റ് സോഴ്സ് ആണ്, അത് തീരും. സോ ദിസ് ട്രാൻസിഷൻ ഇസ് ഇൻഎവിറ്റബിൾ. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are multiple transitions that are happening in the country. ഒന്ന് എനർജിയുടെ ഫീൽഡിൽ, ഒന്ന് ട്രാൻസ്പോർട്ട്, ഒന്ന് അഗ്രികൾച്ചർ, എല്ലാത്തിലും ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. നൗ ഈ സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റ് ആയിരുന്നു കോൾ ബേസ്ഡ് എനർജിയുടെ ഹബ് എന്ന് പറയുന്നത്. പക്ഷെ റിന്യൂവബിൾ എനർജിയുടെ ഹബ് എന്തായിട്ടാണ് വരുന്നത്? ഇറ്റ് ഇസ് ദി വെസ്റ്റേൺ സൈഡ് ഓഫ് ദ കൺട്രി. അപ്പൊ റിന്യൂവബിൾ, അതെ, വിൻഡ് ആൻഡ് സോളാർ. ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ you start from there: Rajasthan, Gujarat, Maharashtra, Karnataka, Tamil Nadu, Andhra Pradesh. So these are all the states where wind and solar are growing. Whereas fossil fuel grow ചെയ്തിരുന്ന states central Indian grid, and they are not overlapping. അപ്പോൾ what is going to happen is that അവിടെ ഉണ്ടായിരുന്ന മൈൻസ് അല്ലെങ്കിൽ thermal power plants അടച്ചു പൂട്ടുമ്പം there is a big question of people and their livelihoods which are now over the period dependent on these mines and thermal power plants. അതായത് പണ്ട് കാടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉപജീവന മാർഗം തേടി ജീവിച്ചിരുന്ന ജനതയെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ വലിയ വലിയ മൈൻസ് കൊണ്ടുവന്നു. ആ മൈൻസിൽ പലതരം ജോലികൾ എല്ലാവർക്കും കിട്ടിയിട്ടില്ല, വളരെ പുവറാണ്. എന്നാൽ പോലും പിന്നെ ഒരു അലൈഡ് ഇക്കോണമി ഡെവലപ്പായി. കടകൾ, ചെറിയ ചെറിയ അലൈഡ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഓക്കെ, നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ട്രാൻസിഷൻ. ഇനി ഈ ട്രാൻസിഷൻ എങ്ങനെ ആയിരിക്കണം? ഹൗ ഷുഡ് ദിസ് ട്രാൻസിഷൻ ലുക്ക് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. ആൻഡ് ദിസ് ട്രാൻസിഷൻ, അന്നേരം വെൻ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഈ ട്രാൻസിഷൻ ഷുഡ് ബി എ ജസ്റ്റ് ട്രാൻസിഷൻ. സോ ഇനിയും ഒരു എനർജി ട്രാൻസിഷൻ, അതായത് കൽക്കരിയിലേക്ക് നമ്മൾ വന്നപ്പോൾ പോകുന്ന ഒരു കാലത്ത് ഈ കൽക്കരി ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി പ്രൊഡക്ഷന്റെ ഫുൾ കാലത്തും യു ഹാവ് സീൻ ലോട്ട്സ് ഓഫ് ഇൻജസ്റ്റിസസ്, റൈറ്റ്? അത് ജെൻഡർ ഗ്യാപ്സ് ആണെങ്കിലും, കാസ്റ്റ് ആണെങ്കിലും, ലേബർ ആണെങ്കിലും, എല്ലാം ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ആണ് വന്നത്. എക്സിസ്റ്റിംഗ് ഗ്യാപ്പിനെ കൂടുതൽ വൈഡൻ ചെയ്യുക ചെയ്തിരുന്നത്. ദിസ് ട്രാൻസിഷൻ ടു റിന്യൂവബിൾസ് ഷുഡ് ബി യൂസ്ഡ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ ജസ്റ്റ് ട്രാൻസിഷൻ. അതായത് we should use this transition not just to transition to a better energy source, we should use it to also ഈ ഗ്യാപ്പിനെ കുറയ്ക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. വിച്ച് മീൻസ് ജെൻഡർ ആണെങ്കിൽ, യുനോ, ഹൗ ഡു മോർ വിമൻ കമ്മിങ് ടു യുനോ ഇപ്പം സോലാർ, വാട്ട് റോൾ ക്യാൻ ദേ പ്ലേ? ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നുണ്ട്, കുടുംബശ്രീ ഹാസ് LED റിപ്പയർ സെന്റേഴ്സ്, അല്ലേ? സോ ഹൗ ഡു യു അപ്പം ഈ ഡീസെൻട്രലൈസ്ഡ് വേയിൽ നോട്ട് ജസ്റ്റ് പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആക്കുമ്പം ഇറ്റ് വിൽ ജനറേറ്റ് ലൈവ്ലിഹുഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് വില്ലേജസ്. അപ്പം ദാറ്റ് ഈസ് ആൻഡ് ദാറ്റ് ഇൻ ടേൺ വിൽ lessen the gap that we created,
ആ ഒരു ഗ്യാപ്പ് നമ്മൾ അടച്ചുകൊണ്ട് പോകും. സോ ദിസ് ട്രാൻസിഷൻ should be a just transitional that is very very important. All the people who lose their jobs, you have to find an alternative livelihood. And it's a myth that solar vannu fossil fuel il ninnum loss aaya jobs nu vendite pagaramaavilla, because idu rendum nadakkunnathu rendu geographies ilana ee transitions nadakkunnu. So it's oru complex sadhanamanu. One needs to have, you just can't say that okay, tomorrow I'm shutting down a mine or a thermal power plant. പാടില്ല. You should have a phase out in ഒരു പ്ലാൻ ഉണ്ടാവണം. In the 10 to 15 years, if I am going to shut down this mine or this plant, how many people are dependent on it? How many organized sector workers? How many unorganized sector workers? How does the allied economy, ഇപ്പം ജാർഖണ്ഡ് പോലെയുള്ള സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഫുൾ ഇക്കണോമിക് സ്ട്രക്ചർ തന്നെ is leaning on coal. അവരുടെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിന്റെ റവന്യൂവിന്റെ ഒരു 17% comes from coal. So അങ്ങനത്തെ സ്റ്റേറ്റ്സ്, what will happen will the economy collapse? How are you going to? So പെട്ടെന്ന് ഇതെല്ലാം അടച്ചുപൂട്ടാൻ ആരും പറയുന്നില്ല. പക്ഷേ in a phased out manner, looking at all these aspects, we need to phase out fossil fuel based energy system. And പുതിയതായിട്ട് വരുന്ന റിന്യൂവബിൾസിലും we should ensure that ഫോസിൽ ഫ്യൂവലിൽ പറ്റിയ അബദ്ധങ്ങൾ, തെറ്റുകൾ, ഇൻജസ്റ്റിസ് we shouldn't ഇതിലും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. So this is very very important to understand that yes, it is a complex thing, but it's something that you can actually work on. And if you decide that okay, this transition is going to be just, we are going to take care of labor rights, we are going to take care of unorganized sector workers. പലപ്പോഴും organized sector unions ഉണ്ടാവും, they will bargain, they will get a redundancy package, or അവരുടെ നഷ്ടങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ കോൾ ഇൻഡസ്ട്രിയിൽ ഒരു ലാർജ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദം? ദേ ആർ നോട്ട് ഈവൻ യൂണിയനൈസ്ഡ്. വാട്ട് ഹാപ്പൻസ് ടു ദം? ഇപ്പം വെസ്റ്റ് ബംഗാളിൽ തന്നെ ധൻബാദ് എന്ന് പറയുന്ന റീജിയനിൽ more than 1.5 lakh ഇല്ലീഗൽ കോൾ മൈനേഴ്സ് തന്നെയുണ്ട്. ദാറ്റ്സ് ലൈക്ക് ആൻഡ് ദീസ് ആർ പീപ്പിൾ ഹു ആർ ഡിപ്പെൻഡന്റ് ഓൺ ഫോറസ്റ്റ്. അവർ ഡിസ്പ്ലേസ് ആയി വന്നു, അവിടെ കൽക്കരി ഖനി വന്നപ്പം അവർക്ക് വേറൊരു ഉപജീവന മാർഗവും ഇല്ലാത്ത കാരണം ദേ വെന്റ് ഇൻ ടു ഇല്ലീഗലി മൈനിങ് കോൾ. കുറച്ച് ചാക്കിനകത്ത് സൈക്കിളിൽ വെച്ച് കെട്ടി വിൽക്കുന്നത്. Now, once you stop all of this, what will happen to the livelihoods of these people? And that is something that we have to address. We cannot say that climate change that is why I think we are not talking about climate change anymore. We are talking about climate justice. Okay. We are saying that climate change in the solutions should be decentralized. The centralized capitalist model is not working. Okay. It should be decentralized. It should address the challenges that various communities, marginalized communities like Dalits, women, all of these. How are you going to address some of those challenges that have manifested in coal? So idakke oru padanam undavanam, there needs to be a plan, ennittana phase oru vision undavanam, then only you should coal needs to be phased out. ഇപ്പം വന്നിട്ടുള്ള ബജറ്റിലൊക്കെ നമ്മൾ ചെറിയ അറ്റോമിക് റിയാക്ടർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. മൊത്തം എനർജിയുടെ കൺസംഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ സംസാരത്തിലും ഇത്രയും റിയാക്ടർ ഉണ്ടായിട്ടും 3% ഒക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ 3% ഉള്ളൂ. അതല്ല ശരിക്കും നമ്മുടെ മോഡൽ. ഓഫ് കോഴ്സ് ആ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കേരളത്തിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KCB ചെയർമാൻ തന്നെയാണ് ചർച്ച ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സാധ്യത എന്തുകൊണ്ട് മറ്റു ബദൽ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഇവിടെ ഉള്ളപ്പോൾ ഈ പറയുന്ന പോലത്തെ പെരിഞ്ഞനം മോഡൽസ് പോലത്തെ സംഗതികൾ വിജയിച്ച് ഉള്ള ഒരു മോഡൽസ് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ എന്തിനാണ് ഒരു അറ്റോമിക് പ്ലാന്റിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുന്നത്? നമുക്കതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ടെക്നോളജി മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റവും കൂടിയിട്ടാണ്. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ആവശ്യം ഒരിക്കലുമില്ല. ഐ തിങ്ക് ന്യൂക്ലിയർ ഇസ് എ ബിഗ് നോ ഫോർ എസ്പെഷ്യലി ഫോർ എ സ്റ്റേറ്റ് ലൈക്ക് കേരള. ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്കറിയാം. ഇപ്പം ഈ പുഷ് ചെയ്യുന്ന സ്മോൾ മോഡ്യൂലർ റിയാക്ടേഴ്സ് SMRs എന്ന് പറയുന്ന സാധനം is as dangerous as the other energy. Plus ഈ danger ഇതിനെ എത്ര നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം വലിയ അത് മാറ്റി നിർത്തിയപ്പോൾ മീൻസ് economically unviable. The reason why India, even today, if you look at the nuclear energy in India, it's less than 3% ആവുന്നതിന്റെ കാരണം എന്താണ്? കാരണം is the fact that economically viable അല്ല ഈ സാധനം.
ആ ഒരു ഇതിൽ ഐ തിങ്ക് we all know there's an open secret, right? That, you know, why do you have these kind of initiatives, you know, on nuclear? It's because there is a hidden agenda of of development of nuclear weapons and stuff like that. We all know that. Adoru bhagam. That's one part of it. The other part is, I think, all these are all lobbies. You know, US-ൽ അല്ലെങ്കിൽ യൂറോപ്പിൽ എത്ര വർഷം മുമ്പാണ് ഒരു എന്താ പറയുക റിയാക്ടർ കമ്മീഷൻ ചെയ്തത്? ഇറ്റ്സ് ബീൻ ഇയേഴ്സ്. ഫോർ ദ പാസ്റ്റ് ഐ തിങ്ക് 35-40 years US has not ആക്ച്വലി പുതിയ ഒരു ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ നടത്തിയിട്ടില്ല. ജപ്പാനിനെ പോലെ ഉള്ള ഒരു ഇത്രയും യുനോ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ദേ കുഡന്റ് ഹാൻഡിൽ ഫുക്കുഷിമ. ക്യാൻ യു ചെർണോബിൽ ഈ ആക്സിഡൻസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. വി ആർ സ്റ്റിൽ ട്രൈങ് ടു ക്ലോസ് അവർ ഐസ്. കണ്ണടച്ചാൽ ഇരുട്ടാവില്ല, യുനോ കണ്ണടയ്ക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ. സോ വി ആർ സ്റ്റിൽ ട്രൈങ് ടു ക്ലോസ് അവർ ഐസ് ആൻഡ് സേ ദാറ്റ് ഇത്. And that is part of the larger. There's a very strong nuclear lobby, just like there is a strong coal lobby, you know, or a fossil fuel based lobby. There's also a very strong nuclear lobby in this country. And for them, it is important to push these kind of things. We know that in no way can Kerala afford to have, you know, any of these things. Economic viability wise, noki kanyal, there is no way. KCB constantly puts out this thing that they are running in losses. Why do they want to invest in nuclear, which is totally economically unviable for them? You know, it doesn't make any sense to them. So I think looking at the safety aspects, looking at the economic aspects, all of this, nuclear should be a big no-no for Kerala. And that's not at all. And again, the whole question, nuclear is also touted as the green energy, which is again, you know, which is again a myth. Yeah, because right from mining of uranium, you know, to actually energy being produced in nuclear installations, you know, nuclear power plants, it is carbon intensive. It is highly carbon intensive. Carbon intensive മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ യുറേനിയം മൈൻ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഝാസുഗോഡ എന്ന് പറയുന്ന ജാർഖണ്ഡിലുള്ള ഒരു സ്ഥലമാണ്. വി നോ ആ മൈനിങ് ഏരിയയുടെ ചുറ്റിനും ഉള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഹെൽത്ത് ഇമ്പാക്ട്സ്, ഇറ്റ്സ് ഹ്യൂജ്. ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല കൃത്യമായിട്ട്. അതെ, ഇപ്പം എന്താ പറയുന്നത്, കൽപ്പാക്കമാണെങ്കിലും മറ്റ് എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ there have been certain, like അവിടുത്തെ കമ്മ്യൂണിറ്റീസ്, if you go, you will find a very high incidence of cancer. ഇപ്പം ഝാസുഗോഡയിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾ, they are all you know children with special needs. അപ്പം ഇത് നമ്മൾ കാണുകയാണ്. But still you are pushing for this. The other whole thing is that how much of uranium or reserves are there in this country? You are trying to build an entire energy system based on imports from another country. When you have the sun out there, the sun doesn't discriminate. It shines as brightly. ellarkum vendite. So there is no question of moving, you know, to nuclear at all. ഒരു രീതിയിലും എന്താ പറയുക, ന്യൂക്ലിയറിലേക്ക് പോകാനൊരു ന്യായവുമില്ല കേരളത്തിന്. I don't think nuclear is the answer to Kerala's energy future. കുറച്ചാലും മുമ്പൊക്കെ ഈ എനർജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിന് സാധ്യതയുള്ള ഒരു സ്ഥലം, ഇത്രയും നദികളുള്ള സ്ഥലത്ത് അതിലൊരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ വലിയ ബിഗ് ഡാംസ് ആണ് ഉള്ളത്. ചെറിയ പ്രോജക്ട്സിനെ പറ്റിയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ ഈ ഏരിയയിൽ? ഇപ്പം പമ്പ് സ്റ്റോറേജിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്, സ്മോൾ ഹൈഡ്രോയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കേരള കാണ്ട് now ഇനി ഇതിനു ശേഷം കേരള cannot afford a big dam. We know. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷെ you can't afford dam. നമ്മൾ കണ്ടു പ്രളയം വന്നപ്പം 2018 എന്താ സംഭവിച്ചത്. ഒരു ടൈനി, we are a tiny strip of land. That is the thing. Geographically നമ്മളുടെ where we are situated, ടോപ്പോഗ്രഫി എങ്ങനെയാണെന്നും നമ്മളുടെ ഇക്കോളജി എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ we will know that, you know, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി അതിൽ നിന്നും there are other things like, you know, small hydro, pumped hydro is something that during the day solaril കൂടെ already existing dams
നിന്നും എങ്ങനെ വാട്ടർ തിരിച്ച് സോളാർ ഉപയോഗിച്ച് പമ്പ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. അഫ്കോഴ്സ് അതിൻ്റെയും ഇക്കണോമിക്സ് നീഡ് ടു ബി വർക്ക്ഡ് ഔട്ട്. ഇറ്റ് ഇസ് തിങ്ക് there is a huge scope for floating solar. Ground mounted solar nu മാത്രമേ ഉള്ളൂ സ്കോപ്പ് ഇല്ലാത്ത, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ലാർജ് പാച്ചസ് ഓഫ് ലാൻഡ് ഐഡിയലായിട്ട് കിടക്കുന്നത്. പക്ഷേ റൂഫ് ടോപ്പ് സോളർ ഇതിനെല്ലാം there is സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. ആൻഡ് വി ഷുഡ് മാക്സിമം ട്രൈ ടു യൂട്ടിലൈസ് ദീസ് അത് സ്മോൾ ഹൈഡ്രോ ആണെങ്കിലും പംപ്ഡ് ഹൈഡ്രോ ആണെങ്കിലും റൂഫ് ടോപ്പ് സോളർ ആണെങ്കിലും ഈ എനർജി മിക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് സെൽഫ് സഫിഷ്യന്റ് ആവാം. പക്ഷെ ദാറ്റ്സ് എ ഡിസിഷൻ ദാറ്റ് നീഡ്സ് ടു ബി ടേക്കൺ politically. Plus there needs to be a policy environment that will enable this, the political decision to be basically rolled out. അപ്പോൾ അതിനൊരു എന്താ പറയുന്നത്, അതിനൊരു പീപ്പിൾ ഫ്രണ്ട്ലി എന്താ പറയുന്നത് ഇത് വേണം, അപ്രോച്ച് വേണം, ഒരു ഫ്രെയിംവർക്ക് വേണം, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് അല്ലെ പോളിസി ഫ്രെയിംവർക്ക് വേണം, which will enable people to get these things through. If you be able to do that, we have huge potential. There is a huge potential for solar decentralized. ആ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. I would say that there is, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ there's been quite a bit of money that has been put aside for renewable energy. Renewable energyക്ക് വേണ്ടി നല്ലൊരു ശതമാനം, നല്ലൊരു ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. സോ കേരളത്തിൽ ഈ ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ വൺ ഓഫ് ദ ചാലഞ്ചസ് ദാറ്റ് ഐ തിങ്ക് KSEB ഫേസസ് ഇസ് ദാറ്റ് they are locked into a lot of coal based energy power purchase agreements. അത് കുറേ പഴക്കമുള്ള അഗ്രിമെന്റ്സ് ആണ്, PPAs ആണ്. ആ അഗ്രിമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴും കോൽ, നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു കീപ് ഓൺ ബൈയിങ് ഫ്രം ദം. But we have actually calculated in our research that power purchase agreements എല്ലാം സറണ്ടർ ചെയ്ത് പെനാലിറ്റി വാങ്ങിയാൽ പോലും, വാങ്ങിയിട്ട് റിന്യൂബിൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോലും നഷ്ടമില്ല. ഇൻഫാക്ട് കേരള വിൽ സേവ്, or KCB will save 9,000 crores rupees if it makes that shift by surrendering and then taking on the penalty also. നഷ്ടം വരില്ല എന്നാണ് നമ്മളുടെ കാൽക്കുലേഷൻസ് പറയുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ദ തിങ് ഇസ് ദാറ്റ് വി ഹാവ് ടു ബി മോർ ഇന്നോവേറ്റീവ്. വി ഷുഡ് ബി റെഡി ഫോർ എ ചേഞ്ച്. കുറേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ സ്റ്റക്ക് വിത്ത് തിങ്സ്. നമ്മൾ ഒരു പുതിയ ഒരു സാധനം വരുമ്പം അതിനെ എംബ്രേസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു വിമുഖത, അതൊരു മൈൻഡ് സെറ്റ് ചേഞ്ചും കൂടി ആവശ്യമുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് ചേഞ്ച് ഷുഡ് ഹാപ്പൻ വിത്ത് ദ ഗവൺമെന്റ്, വിത്ത് ദ ബ്യൂറോക്രസി, വിത്ത് ദി ഒഫീഷ്യൽസ് ആൻഡ് എവറിബഡി. ആ ഒരു ചേഞ്ചിലേക്ക് എല്ലാവരും മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു മാറ്റം സാധ്യമുള്ളൂ. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അസർ എന്ന് പറയുന്ന ഒരു ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റിയിലാണ്. വി ആർ എ ബാംഗ്ലൂർ ബേസ്ഡ് ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക്സ് ഓൺ climate change across multiple states. I basically look at Tamil Nadu and Kerala, and I kind of look a little bit at Rajasthan. Climate change is a broad spectrum, so we kind of work on electricity or a key area of work on. But we also work on agriculture, climate resilient agriculture, because changing climate conditions are actually impacting farmers. എങ്ങനെയാണ് ഫാമേഴ്സിന്റെ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇതിൽ വി ആർ വർക്കിംഗ് ഓൺ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട്, മൊബിലിറ്റി, ഇപ്പം EVs ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതൊരു ഏരിയ ആണ്. വി ആർ ആക്ച്വലി ഓൾസോ കൈൻഡ് ഓഫ് വർക്കിംഗ് ഓൺ ദാറ്റ് ഏരിയ. എയർ പൊല്യൂഷൻ ഒരു ഏരിയ ആണ്, അത്രയും ആപ്ലിക്കബിൾ അല്ല ഹോൾ ഓഫ് കേരളയിൽ. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം ഏലൂർ പോലെയുള്ള ചില പോക്കറ്റ്സ് കേരളത്തിലുമുണ്ട് വേർ എയർ പൊല്യൂഷൻ is emerging as a key issue. So yeah, we look at all these aspects basically. Okay. മഹാൻ സമരം വിജയിച്ചതിന് ശേഷം പ്രിയ സംസാരിച്ച ഒരു ബൈറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാനിലെ ഈ പർട്ടിക്കുലർ സ്ഥലത്തെ മൈൻ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അതിന് ചുറ്റും ഇന്ത്യയിൽ മുഴുവനും വേറെ തരത്തിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു റിയാലിറ്റിയാണ്, നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇനിയും ഒരുപാട് അല്ലേ, എങ്ങനെ ഒരുപാടുണ്ട്. ഐ തിങ്ക് ഒരാൾക്ക് മാത്രമല്ല. ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് സേ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഈ ഒരു മേഖല ഇറ്റ്സ് എ ബ്രോഡ് ക്യാൻവാസ്. എത്ര ആൾക്കാർ വന്ന് അത് പെയിന്റ് ചെയ്താലും ഇറ്റ് വോണ്ട് end. Like there's so much to be done. അത്രയധികം ഉള്ള ഒരു ഏരിയ ആണ് ക്ലൈമറ്റ് ജസ്റ്റിസ്, നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ബിക്കോസ് ദർ ആർ എലിമെന്റ്സ് ഓഫ് ജസ്റ്റിസ് ദാറ്റ് യു ഹാവ് ടു കൈൻഡ് ഓഫ് എൻഷുർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ക്ലൈമറ്റ് വൾനറബിലിറ്റീസിലും ഈ ക്ലൈമറ്റിന് ഇമ്പാക്ട്സിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്.
അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു ചെറിയ ഒരു 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 ജസ്റ്റ് എ സ്പോട്ട് ഔട്ട് ദർ. ബട്ട് ഐ തിങ്ക് ഈച്ച് പേഴ്സൺസ് കോൺട്രിബ്യൂഷൻ is important, and it sets a value to the larger thing. As I said, the larger war is, I believe the larger war is the war against capitalism and the larger systemic fight. പക്ഷെ അതിലെല്ലാം ചെറിയ ചെറിയ ബാറ്റിൽസ് ഉണ്ട്, and we need to, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, we need to keep winning those battles, and keep on fighting, to stand up to the larger system.